വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒത്തിരി ആർഭാടങ്ങളോ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകളോ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഇതേപോലെയുള്ള വലിയ ഓപ്പൺ കിച്ചൺസ് ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ കാണാറില്ല. എന്നാൽ അതും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ എവിടെ നോക്കിയാലും ഒരു കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടതാണ്. ഓവറായിട്ട് ക്ലട്ടർ ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്കുകളൊന്നും ചെയ്യാതെ കളർ തീമിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലേ? അത് ആക്ച്വലി ക്ലയന്റിന്റെ റിക്വയർമെന്റും കൂടി ആയിരുന്നു. യെസ്. നമസ്കാരം. 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയർ പ്രൊജക്റ്റിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. വളരെ ചെറിയ സ്പേസിൽ 3 ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ഓപ്പൺ സ്റ്റൈലിൽ വീട് മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കണ്ടിരിക്കേണ്ട വീഡിയോ ആണത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. കോട്ടക്കൽ ഗസലിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണിത്. ഒരു ഫ്ലാറ്റ് സ്പേസ് ആണ്, പക്ഷെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതേ ഒരു ലേഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്പൺ ഫീലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പൊതുവെ അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസൊക്കെ വളരെ ഇടുങ്ങിയതായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് വരിക. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൗകര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. തുടക്കം മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറ് കഴിഞ്ഞ് അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫോയർ സ്പേസ്, അത്യാവശ്യം സൈസുള്ളൊരു ഫോയർ സ്പേസ് തന്നെ ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. സൈസ് പറയുകയാണെങ്കിൽ 6 ഫീറ്റ് ആണ് ഇവിടെ വിടുത്ത് വരുന്നത്. 10 ഫീറ്റ് ഈ ഭാഗത്ത് ലെങ്ത്തും വരുന്നുണ്ട്. നേരെ കയറി വരുന്ന ഭാഗത്ത് ഒരു ഷൂ റാക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയത് കൊണ്ട് നമുക്കിവിടെ ഇരുന്നിട്ട് ഷൂസൊക്കെ ഇതിനകത്തേക്ക് വെക്കാനുള്ളൊരു സൗകര്യമുണ്ട്. വാളിലേക്ക് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ളൊരു വാൾ പിക്ചറാണ് നൽകിയിരിക്കുന്നത്. വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒത്തിരി ആർഭാടങ്ങളോ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകളോ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ലക്ഷറി തീം തന്നെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഇതിൻ്റെ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ആർക്കിടെക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്താം. ക്രെഡൻറ്റ് ആർക്കിടെക്ട്സ് ആണ് ഈ വീട്ടിലെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. 20 ഫീറ്റ് ഇവിടെ ലെങ്ത് വരുന്നുണ്ട്. ഒരു 12 ഫീറ്റ് ഇവിടെ വിടുത്തും വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കിച്ചണിലേക്കുള്ള ആക്സസ് വരുന്നു. സാധാരണ നമ്മൾ ഇതേപോലെയുള്ള വലിയ ഓപ്പൺ കിച്ചൺസ് ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ കാണാറില്ല. എന്നാൽ അതും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ബിൽഡേഴ്സ് നൽകിയതല്ല, ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഇവിടെ കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്ന സമയത്ത് നല്ലൊരു ഫീലുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആക്കിയിട്ട് അതിനെ മാറ്റാൻ സാധിച്ചു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ്. മനോഹരമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് ലിവിംഗ് റൂം നല്ലൊരു ലക്ഷറി മേക്ക് ഓവറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുണ്ട്. TV യൂണിറ്റും ഇവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 3 ബെഡ്റൂം ഉള്ളതിൽ 2 ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് ബെഡ്റൂമുകളുടെയൊക്കെ സൈസും ഡിസൈനും ഒക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സോ എൻ്റെ കൂടെ ഉള്ളത് ക്രെഡൻറ്റിൻ്റെ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ഫാവിദാണ്. ഫാവിദ്, ഇവരുടെ ടീമാണ് ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മൈ ബെറ്റർ ഹോമിൽ നമ്മൾ 2ാമത്തെ തവണയാണ് അല്ലേ? മുന്നേ നമ്മളൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റുമായിട്ട് വന്നിരുന്നു. നല്ല രീതിയിൽ പ്രേക്ഷകരുടെ അഭിപ്രായം കിട്ടിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. യെസ്. അതിനുശേഷം നമ്മൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയൊരു സ്പേസിൽ എങ്ങനെയാണ് മനോഹരമായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് വീണ്ടും വരികയാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ്, ഒരു ഇൻട്രൊഡക്ഷൻ കസ്റ്റമേഴ്സിലാണ് പ്രേക്ഷകർക്ക് കൊടുക്കുക. ആക്ച്വലി ഇത് ഈ ക്ലയൻറ്റിൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ഫുനീർ എന്നാണ്. മുഹമ്മദ് ഫുനീർ ആൻഡ് ഇഷ, അവരുടെയാണ് ഈ ഫ്ലാറ്റ്. ആക്ച്വലി അവരുടെ ഒരു റിക്വയർമെൻറ്റ് വന്നിട്ട് ഒരു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ ഒരു അധികം ഫാൻസിയിലോട്ടൊന്നും പോവാതെ എന്നാൽ ഒരു ലൈറ്റ് കളർ ടോണിൽ ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ഒരു റിക്വയർമെൻറ്റ്. പിന്നെ ഫംഗ്ഷനലി അവർക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ സ്റ്റോറേജ് പോലത്തെ സംഭവങ്ങളെല്ലാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളർ നമുക്ക് നോക്കിയാൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബെഡ്റൂമിലൊക്കെ നമ്മൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ബെഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോളിക് അതുപോലെ ഫ്ലാറ്റ് ആയതുകൊണ്ടുള്ള ഒരു സംഭവം. പിന്നെ ഈവൻ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ എല്ലാം കിച്ചണിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. കിച്ചൻ്റെ റീഅറേഞ്ച്മെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന്
പുള്ളിയോട് തന്നെ സംസാരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സാധാരണ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഡോർ ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല, ചെറിയൊരു നോർമൽ ഡോറാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നൊന്ന് പറയാം. ഇവിടെ ആക്ച്വലി ഈ ഒരു സ്റ്റോറേജിന്റെ ഒരു പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡമ്മി വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ അതിനകത്താണ് നമുക്ക് ഈ ഒരു ടോൾ യൂണിറ്റ്സ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഡോർ ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മാറ്റി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റി. അവിടെ തന്നെ ഫ്രിഡ്ജും കൊടുത്തു അല്ലേ? ഇതൊക്കെ നമ്മുടെ പാൻട്രി യൂണിറ്റ് അല്ലേ? അതെ അതെ. ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻട്രി യൂണിറ്റ് കാണാം. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. ആക്ച്വലി ഈ അപ്പാർട്ട്മെന്റിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തൊട്ടടുത്ത ഫ്ലാറ്റുകളുടെ ഒക്കെ ഇന്റീരിയർ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഇവിടെ ഇനീഷ്യലി ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് അതെല്ലാം സ്റ്റോറേജിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്, അത് മാറ്റി അല്ലേ? അതെ അതെ, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആക്ച്വലി ആ എൻഡിൽ വന്നിട്ട് വർക്ക് ഏരിയ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു വാൾ ഉണ്ടായിരുന്നു രണ്ട് ഭാഗത്തും. നമ്മൾ അത് കളഞ്ഞിട്ട് അത് ഈ ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ കിച്ചണിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് കിച്ചൺ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കുഞ്ഞു വർക്ക് ഏരിയ, ഇവിടെ ഒരു കുഞ്ഞു കിച്ചൺ. അപ്പൊ ഇതങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിട്ട് വലിയൊരു കിച്ചൺ. നല്ല സൗകര്യമായി പോലെ. അപ്പൊ നല്ല സൗകര്യത്തിൽ ഇതേപോലെ യു ഷേപ്പിൽ നമുക്ക് ക്യാബിനറ്റ് അടിക്കാൻ പറ്റും. ഇവിടെ സിങ്ക് കൊടുക്കാം, ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് കൊടുക്കാം, ഇവിടെ ഇതേപോലെ വാഷിംഗ് മെഷീൻസ് കൊടുക്കാം. എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഒരു ഓവർ ഹെഡ് യൂണിറ്റ് വരുന്നു. മുകളിൽ നല്ല സ്റ്റോറേജ് കൊടുത്തു അല്ലേ? ലോഫ്റ്റ് ഏരിയ ഫുൾ ആയിട്ട് കൊടുത്തു. കിച്ചണിൽ എന്താ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത്? ആക്ച്വലി മെറ്റീരിയൽ നമ്മൾ മെയിൻലി മൾട്ടിവുഡും പ്ലൈവുഡും കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മൈക്ക് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. വെള്ളം നനയുന്ന സ്ഥലങ്ങളിൽ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തു അല്ലേ? ബാക്കിയൊക്കെ ലാമിനേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ, ഒരു ലൈറ്റ്, ഒരു ക്യാപ്പിച്ചിനോന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നു അല്ലേ? ഈ മൊത്തത്തിലുള്ള ഈ കളർ ടോൺസ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. റൈറ്റ്. ഈ ഒരു വീട്ടിൽ എവിടെ നോക്കിയാലും ഒരു കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടതാണ്. ഓവറായിട്ട് ക്ലട്ടർ ആയിട്ടുള്ള ഇന്റീരിയർ വർക്കുകൾ ഒന്നും ചെയ്യാതെ കളർ തീമിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലേ? അത് ആക്ച്വലി ക്ലയന്റിന്റെ റിക്വയർമെന്റും കൂടി ആയിരുന്നു. യെസ്. നിങ്ങളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയൂ. നമ്മൾ ആക്ച്വലി എ ടു സെറ്റ് ഇന്റീരിയറിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനീഷ്യൽ തൊട്ട് തന്നെ നമ്മൾ ചെയ്യും. പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ സൂപ്പർവിഷൻ, കൺസൾട്ടൻസി, എല്ലാ പാർട്ടും ഫസ്റ്റ് ഫർണിഷിംഗ് സൈഡ് തൊട്ട് നമ്മൾ ഇനീഷ്യലി ഉള്ള ഫീൽഡ് വർക്ക് തൊട്ട് നമ്മളെല്ലാം ചെയ്യും. ശരി. അതിന് വീടായാലും അപ്പാർട്ട്മെന്റ് ആയാലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഒക്കെ എല്ലാം നമ്മൾ ചെയ്യും. യെസ്. അപ്പോൾ ആർക്കിടെക്റ്റിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഈ വീട് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തരാം. എന്തായാലും വളരെയധികം നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം അല്ലേ? ഫർണിച്ചറിൻ്റെലേക്ക് വരികയാണെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് 6 ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീടിനകത്തേക്ക് കയറിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇത് അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ആണ്. ലെതറൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഫാബ്രിക്. നല്ലൊരു പ്രീമിയം കളറാണ് ആ ഒരു ചെയറുകൾക്ക് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഡബിൾ തിക്നെസ് ഉള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ബൾക്ക് ഫീൽ ഈ ഒരു ഡൈനിങ് ടേബിളിന് വരുന്നുണ്ട്. എന്നിട്ട് ലെഗും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലത്തെ നല്ല രസമുള്ള ആ ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ വരുന്ന തരത്തിലുള്ള ലെഗാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നല്ല രസത്തിൽ തന്നെ അത് ചെയ്തെടുത്തിരിക്കുന്നു. മുകളിൽ ഇതേപോലെ 3 ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണിയാണ്. ഇപ്പം ബാൽക്കണി ഇവിടെ ഇപ്പം കോട്ടക്കൽ ഫെസ്റ്റിവൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ വിഷ്വൽസ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ബാൽക്കണി സ്പേസിൽ നിന്നാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കേർട്ടൻ ഇവിടെ നൽകിയിരിക്കുന്നു. കേർട്ടൻസ് ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കേർട്ടൻസ് ആണെങ്കിലും കോമൺ സ്പേസിൽ ഇതേപോലെയുള്ള കേർട്ടൻസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കേർട്ടൻ ചെയ്ത ആളുകളെ കൂടെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. അപ്പല്ലോ ഹോംസ് എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഫർണിഷിംഗ് കമ്പനിയാണ് ഇവിടുത്തെ കർട്ടൻ അപ്പോൾസ്ട്രി വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹെഡ് ബോർഡുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്ന നല്ലൊരു ബ്രാൻഡാണ് അപ്പല്ലോ ഹോംസ്. അവരുടെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള കർട്ടൻസും മറ്റു കാര്യങ്ങളും ഹെഡ് ബോർഡുകളൊക്കെ. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാഷ് യൂണിറ്റ് ആണ് വരുന്നത്. അപ്പം ബാത്റൂമാണ്, ആ റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇവിടെ വരിക. അതിൻ്റെ ഒരു സ്പേസ് ഇതേപോലെ വാഷ് ബേസിന് വേണ്ടി സെറ്റ് ചെയ്തു. നല്ല രസമുള്ള ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഇതേപോലെ ടൈല് കൊടുത്തു. ഈ ടൈലിൻ്റെ പാറ്റേണും ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ പാറ്റേണും ഒക്കെ വളരെ സിമിലർ ആയിട്ടില്ലേ? ആ ഒരു സിമിലർ ആയിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റ് തന്നെ സെലക്ട് ചെയ്തു. ടൈലും കൊടുത്ത സമയത്ത് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഒരൊറ്റ ഏരിയ പോലെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചു. 2 കൗണ്ടർ സ്പേസ് വാനിറ്റി കൗണ്ടറായിട്ട് കൊടുത്തു. ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ ടെക്സ്ചർ ഫിനിഷ് തന്നെ
ഈ വാളിലേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എലമെൻ്റ് ഒന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു സർക്കുലർ എലമെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ആ ഒരു വാള് നല്ലൊരു ലക്ഷറി തീമിലേക്ക് കൊണ്ടുവന്ന് നോക്കിയത്. അതാണ് ശരിക്കും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒന്ന് മറ്റൊന്നിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ന്യൂട്രൽ കളേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇൻറ്റീരിയർ ചെയ്താലും അതിനോട് നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കാൻ ഈ ന്യൂട്രൽ കളേഴ്സിന് സാധിക്കും. കർട്ടൻ്റെ കളറിലേക്ക് നോക്കുകയാണെങ്കിലും അതേപോലെ വാളിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റ്സിൻ്റെ കളറിലേക്ക് നോക്കുകയാണെങ്കിലും ടെക്സ്ചർ പെയിൻറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു ന്യൂട്രൽ ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂമുകളാണ്. ഇവിടെ 2 സൈഡിലും ഓരോരോ ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗം ഇതേപോലെ ക്ലാഡിങ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ക്ലോക്ക് പോലും ഒരു ഡിസൈൻ എലമെന്റ് പോലെ ഒരു ന്യൂട്രൽ ഷെയ്ഡിൽ ഈ വീടിന്റെ കളർ തീമിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ബെഡ്റൂമുകളുടെ ഡിസൈൻ നമുക്ക് കാണാം. ആദ്യത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് 3 ബെഡ്റൂമുകളും. എല്ലാം 12 ഫീറ്റ് ബൈ 12 ഫീറ്റ് തന്നെ സൈസ് കൊടുത്തിരിക്കുന്നു. 12 ഫീറ്റ് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാളിൽ കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇത് റെക്സിനാണ് നൽകിയിട്ടുള്ളത്, അപ്പോൾസ്ട്രി ആയിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ പ്രീമിയം സ്റ്റൈലുള്ള അപ്പോൾസ്ട്രി വർക്കുകൾ കിട്ടണമെങ്കിൽ, കർട്ടൻസ് ചെയ്യണമെങ്കിൽ, കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫർണിച്ചർ ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന ടീമിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പല്ലോ ഹോംസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർവീസിന് നല്ലൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ടീമിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് കോട്ട് എടുക്കാവുന്നതാണ്. ഈ ഭാഗത്തൊരു ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. ആ ഒരു ന്യൂട്രൽ ലൈറ്റിംഗ് വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റിന് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. 3 ഡോറ് വരുന്ന വാർഡ്രോബാണ്. മുകളിൽ ലോഫ്റ്റ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഗ്രേ കളറിലാണ് ഇവിടെ കർട്ടൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. ഗ്രേ തീമിൽ തന്നെ വാളിൽ ടെക്സ്ചർ ഫിനിഷും സിമിലർ ആയിട്ടുള്ള ആ ഒരു തീമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് നോക്കൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. വൈറ്റ് കളറിൽ 2 സൈഡ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിൽ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സെയിം ഫിനിഷിൽ തന്നെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഫുൾ ഹൈറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലൊന്നും കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോവ് ഈ ഭാഗത്ത് മാത്രം നൽകിയിരിക്കുകയാണ്. അത് ഈ ഹെഡ് ബോർഡിൻ്റെ ഭാഗം, ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ ഒരു ലൈറ്റിംഗ് കൊടുക്കാൻ കോവ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ലിവിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഒരു ന്യൂട്രൽ കളർ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. വാളിൽ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഇതേപോലെ ഡാർക്ക് ഓക്കിൻ്റെ വുഡൻ ഗ്രെയിൻസ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കട്ടിൽ ഹൈഡ്രോളിക് കട്ടിലാണ് കേട്ടോ. എല്ലാ കട്ടിലുകളും ഹൈഡ്രോളിക് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതേ സെയിം പാറ്റേൺ തന്നെ വാർഡ്രോബിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. വാർഡ്രോബിൽ മുകളിൽ ലോഫ്റ്റ് ഏരിയ നൽകിയിട്ട് ഫുൾ ഹൈറ്റ് വാർഡ്രോബായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൽ റോമൻ ബ്ലൈൻഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം വുഡൻ സ്റ്റൈലിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്, പക്ഷേ ആ ഒരു ഡിസൈനിൻ്റെ മികവ് കൊണ്ടും മെറ്റീരിയലിൻ്റെ സെലക്ഷൻ കൊണ്ടും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ബേസിൻ ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത സമയത്ത് ബാക്കി വരുന്ന ഭാഗം ഇവിടെ ടോയ്ലറ്റിന് വേണ്ടിയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. തുടക്കത്തിലെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ ഗസലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടുത്തെ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തി തരാം. ആർക്കിടെക്റ്റ് ഫാബിദ്, ക്രെഡൻ്റ് ആർക്കിടെക്ട്സ് ആണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് മൊത്തം ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ചെയ്യാൻ നല്ലൊരു ടീമിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാം. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയും മറ്റു ഡീറ്റെയിൽസ് എല്ലാം ആദ്യത്തെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.